ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഗായത്രി വില്ലയാണ്. ജാസ്മിനെ സുശീല ദത്തെടുക്കാൻ പോകുന്നതിനെ കുറിച്ച് ആലോചിച്ച് വിഷമത്തോടെ ഇരിക്കുകയാണ് പാർവതി. അതേസമയം മണിക്കുട്ടൻ വന്ന് കാര്യം ചോദിക്കുമ്പോൾ മണിക്കുട്ടനോട് പാറു കാര്യങ്ങളെല്ലാം പറയുന്നു. പാറു, ഇതിൽ നിന്നും രക്ഷപ്പെടാൻ ഒരു വഴിയുണ്ട്. ആ ജാസ്മിൻ വിവാഹ മണ്ഡപത്തിൽ വെച്ച് നടത്തിയ നാടകത്തെക്കുറിച്ച് നീ എല്ലാവരോടും പറഞ്ഞാൽ മതി. അതോടെ അവർ പിന്നെ അവളെ ദത്തെടുക്കില്ലെന്ന് മണിക്കുട്ടൻ പറയുന്നു. ഇതൊരു നല്ല ഐഡിയ ആയിട്ടാണ് എനിക്ക് തോന്നുന്നതെന്ന് പാറുവും പറയുന്നു. അതേസമയം ഇത് കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് ജാസ്മിൻ വരികയാണ്. നീയും നിന്റെ ശിങ്കിടിയും കൂടി എനിക്കിട്ട് പണിയാൻ പോവുകയാണല്ലേ? എന്നാലേ ഇവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് നിനക്കിട്ടും ഒരു പണി തന്നിട്ടേ ഈ ജാസ്മിൻ പോവുകയുള്ളൂ. നിന്റെ അനിയത്തി പല്ലവിയെ ഗർഭിണിയല്ലെന്ന് എനിക്കറിയാം. ആ കാര്യം ഞാൻ ഇവിടെ എല്ലാവരോടും വിളിച്ചു പറയും. അവസാനം ഇവിടുന്ന് പെട്ടിയും കിടക്കയും പെറുക്കിയെടുത്തോണ്ടേ നിന്റെ അനിയത്തിക്കും പോകേണ്ടി വരും. മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീ തന്നെ. എന്താ ഞാൻ എല്ലാവരോടും പറയട്ടെ എന്ന് ചോദിക്കുമ്പോൾ ജാസ്മിനെ തടയുകയാണ് പാർവതി. വേണ്ട ജാസ്മിൻ, ഞാൻ ഇനി ഒന്നിനും വരുന്നില്ല. എനിക്ക് വലുത് എൻ്റെ അനിയത്തിയുടെ ജീവിതം തന്നെയാ. നീ ഇവിടെ തന്നെ താമസിച്ചോ, നിനക്ക് തടസ്സമായി ഞാൻ ഒന്നിനും വരില്ലെന്ന് പാറു പറയുമ്പോൾ ജാസ്മിൻ പറയുകയാണ്, പാർവതി, നീ ജാസ്മിനോടാ കളിക്കാൻ ഇറങ്ങിയതെന്നേ നിനക്ക് ഓർമ്മ വേണമായിരുന്നു. പിന്നീട് കാണിക്കുന്നത് പ്രഭാവതിയും സുശീലയുമാണ്. ജാസ്മിനെ അഡോപ്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് പ്രഭാവതി ചോദിക്കുമ്പോൾ ഞാനും ജാസ്മിനും ഇപ്പോൾ തുല്യ ദുഃഖിതരാണെന്നും ഞങ്ങൾക്ക് കൂട്ടായി എന്നും ഞങ്ങൾ തന്നെ ഉണ്ടാകുമെന്നും സുശീല പറയുന്നു. സുശീലെ, എന്നാലും ഈ വിവരം ജാസ്മിൻ്റെ പപ്പയെ കൂടി അറിയിക്കണ്ടേ എന്ന് പ്രഭാവതി ചോദിക്കുമ്പോൾ ജാസ്മിൻ പറയുകയാണ്, അതിൻ്റെ ഒന്നും ഒരാവശ്യവുമില്ല. ഡാഡിയായിട്ടുള്ള ബന്ധം ഞാൻ എന്നെ ഉപേക്ഷിച്ചതാ. തുടർന്ന് പ്രഭാവതി പറയുകയാണ്, സുശീലെ, വെയിലിൽ കിടന്ന പാമ്പിനെടുത്താ നീ തോളിൽ വെക്കുന്നത്. അനുഭവം ഉണ്ടാകുമ്പോഴും നീ ഇതൊക്കെ തന്നെ പറയണമെന്ന് പ്രഭാവതി മനസ്സിൽ പറയുന്നു. തുടർന്ന് സുശീല പറയുകയാണ്, ഗാർഗി ഇവൾക്ക് ഈ വീട്ടിൽ താമസിക്കാൻ എന്ത് അവകാശമുണ്ടെന്ന് ചോദിച്ചപ്പോഴേ ഞാൻ ഉറപ്പിച്ചതാ ഇവളെ ഞാൻ ദത്തെടുക്കുമെന്ന്. ഇത് കേട്ടുകൊണ്ടുവരുന്ന ഗാർഗി പറയുകയാണ്, അപ്പോൾ എന്നെ തോൽപ്പിക്കാൻ വേണ്ടിയാണല്ലേ സുശീലാൻറ്റി ഇവളെ ദത്തെടുക്കുന്നത്? അതെ, അങ്ങനെ തന്നെ കൂട്ടിക്കോളാൻ സുശീല പറയുമ്പോൾ അങ്ങോട്ടേക്ക് വരുന്ന പാറു പറയുകയാണ്, അത് നല്ല കാര്യം തന്നെയാ. ഇനി അപ്പച്ചിയുടെ സ്വത്ത് മുഴുവൻ ജാസ്മിനുള്ളതല്ലേ? അയ്യോ, എനിക്കിവരുടെ ആരുടെയും സ്വത്തൊന്നും വേണ്ടെന്ന് ജാസ്മിൻ പറയുമ്പോൾ പ്രഭാവതി മനസ്സിൽ പറയുകയാണ്, സ്വത്ത് കണ്ടല്ലേ നീ ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നത്, എന്നിട്ട് അവളുടെ അഭിനയം കണ്ടില്ലേ? പിന്നീട് കാണിക്കുന്നത് സുശീല ജാസ്മിനെ ദത്തെടുക്കുന്നതിൻ്റെ രജിസ്ട്രേഷൻ നടത്തുന്നതാണ്. അതേസമയം അങ്ങോട്ടേക്ക് പാറുവും വിശാലും കൂടി വരുന്നു. അവര് രജിസ്ട്രേഷൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുകയാണെന്ന് പറയുമ്പോൾ എന്തെങ്കിലും സഹായം വേണമെന്ന് വിശാൽ ചോദിക്കുന്നു. വേണ്ട, എല്ലാം ഞാൻ ചെയ്തോളാം. തുടർന്ന് പ്രതാപൻ പ്രഭാവതിയോട് പറയുകയാണ്, ചേച്ചി ഇവള് നമുക്കൊരു വിലങ്ങുതടിയാകുമോ? എടാ, അങ്ങനെയൊക്കെ ആയാലേ ഇവളുടെ കാര്യം നമ്മളങ്ങ് തീർത്ത് കളയും, അത്ര തന്നെ. അതേസമയം സുശീൽ എല്ലാവരോടും പറയുകയാണ്, ഇനി മുതൽ ജാസ്മിനിന്റെ മകളാണ്. എല്ലാവരും ജാസ്മിനെ ആ നിലയ്ക്ക് വേണം പരിഗണിക്കാൻ. ദത്തെടുക്കാനുള്ള ആപ്ലിക്കേഷൻ ഞാൻ കൊടുത്തു കഴിഞ്ഞു. അതിനുള്ള അംഗീകാരവും കിട്ടുകയും ചെയ്യും. അതേസമയം ഇത് കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് ഗോപിനാഥനും അച്ചമ്മയും കൂടി വരികയാണ്. ഗോപിനാഥൻ സുശീല എന്ന് ഉറക്കെ വിളിക്കുമ്പോൾ ഇത് കേട്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് പ്രഭാവതി. അല്ല, എന്താ ഇവിടെ നടക്കുന്നത്? സുശീല എന്താ പറഞ്ഞത്? ജാസ്മിനെ നിയമപരമായി ഈ കുടുംബത്തിലേക്ക് ദത്തെടുക്കാൻ പോകുന്നെന്നോ? അതെ ഏട്ടാ, ഞാൻ ജാസ്മിനെ ഈ കുടുംബത്തിലേക്ക് എൻ്റെ മകളായി ദത്തെടുക്കാൻ പോവുകയാണെന്ന് സുശീല പറയുന്നു. ഇത് കേൾക്കുന്ന ഗോപിനാഥ് ദേഷ്യത്തോടെ ചോദിക്കുകയാണ്, ആരോട് ചോദിച്ചിട്ടാ നീ തീരുമാനമെടുത്തത്? ഈ കുടുംബത്തിലേക്ക് പുറത്തുനിന്നും ആരെയും ദത്തെടുക്കാൻ സാധിക്കില്ലെന്ന് ഗോപിനാഥ് ദേഷ്യത്തോടെ പറയുമ്പോൾ പരിഭ്രാന്തിയോടെ നിൽക്കുകയാണ് സുശീലയും ജാസ്മിനും. അങ്ങനെ ആരെങ്കിലും ദത്തെടുക്കണമെങ്കിലേ എൻ്റെയും അമ്മയുടെയും അനുവാദം വാങ്ങണം. ഈ വീട്ടിലേക്ക് വലതുകാലെടുത്ത് വന്നവളാണ് പാർവതി. അവൾ ഈ വീടിൻ്റെ മകളാണ്. അവളെ ദ്രോഹിക്കുന്ന ജാസ്മിനെ ഈ വീട്ടിൽ ഒരിക്കലും ദത്തെടുക്കാൻ സാധിക്കില്ല. അമ്മയുടെ അഭിപ്രായം എന്താണെന്ന് ഗോപിനാഥ് ചോദിക്കുമ്പോൾ അച്ചമ്മ പറയുകയാണ്, എനിക്കും അതേ അഭിപ്രായം തന്നെയാ. വിശാലും ജാസ്മിനും കൂടി പറഞ്ഞു വെച്ച വിവാഹം മുടങ്ങിയതുകൊണ്ടല്ലേ ജാസ്മിന് ഇവിടെ താമസിക്കേണ്ടി വന്നത്. ഇപ്പോഴിതാ വീണ്ടും വിശാലും ജാസ്മിനും തമ്മിലുള്ള വിവാഹം നടത്താൻ നോക്കി, അതും മുടങ്ങി. പാർവതിയുടെ ഭർത്താവായ വിശാലിനെ കൊണ്ട് വീണ്ടും വിവാഹം കഴിപ്പിക്കാൻ നോക്കിയത് തന്നെ തെറ്റാണ്. ജാസ്മിൻ, ഇനി എന്തായാലും നീയും വിശാലും തമ്മിലുള്ള വിവാഹം നടക്കാനേ പോകുന്നില്ല. അതുകൊണ്ട് നീ നിന്റെ വീട്ടിലേക്ക് തന്നെ മടങ്ങി പോകുന്നതാ നല്ലത്. അമ്മേ, ഞാനൊന്ന് പറയട്ടെ എന്ന് സുശീല പറയുമ്പോൾ അച്ചമ്മ പറയുകയാണ്, സുശീലെ, നിനക്ക് ഇവളെ ദത്തെടുക്കണമെങ്കിൽ വേണമെങ്കിൽ ആകാം. പക്ഷേ ഇവളെ ദത്തെടുത്തതിന് ശേഷം നിനക്കോ ഇവൾക്കോ ഈ വീട്ടിൽ ഒരവകാശവും അധികാരവും ഉണ്ടാകില്ല. അപ്പോൾ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം. അമ്മേ, അതുവരെ ഒന്നും കാത്തു നിൽക്കണ്ട, ഇവരെ ഇപ്പം തന്നെ ഇവിടുന്ന് ഇറക്കി വിടുന്നതാ നല്ലതെന്ന് ഗോപി പറയുമ്പോൾ ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് സുശീലയും ജാസ്മിനും. രണ്ടുപേരും ഇപ്പം തന്നെ ഇറങ്ങണമെന്ന് ഗോപിനാഥ് പറയുമ്പോൾ വിശാൽ പറയുകയാണ്, അച്ഛനും അച്ഛമ്മയും എൻ്റെ വാക്കുകൾ കൂടി കേൾക്കണം. ഇവരെ ഇവിടുന്ന് പറഞ്ഞയക്കരുത്, ഇതെൻ്റെ അപേക്ഷയാ. ഇത് കേൾക്കുന്ന ഗോപിനാഥ് ദേഷ്യത്തോടെ മുറിയിലേക്ക് പോകുന്നു. മോനെ, ഞങ്ങൾ ഇവിടുന്ന് പോയിക്കോളാമെന്ന് സുശീല പറയുമ്പോൾ വിശാൽ പറയുകയാണ്, വേണ്ട ആൻറ്റി, ഇവിടുന്ന് ആരും പോകണ്ട. ഇത് കേൾക്കുന്ന സുശീല വിഷമത്തോടെ വിശാലിനെ നോക്കുകയാണ്.
ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.